ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ടാൻ നന്നായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റിയിൽ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് എനിക്ക് കൂടുതലും ടാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ സൺ പ്രൊട്ടക്ടർ യൂസ് ചെയ്താലും എനിക്ക് ആ ടാൻ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയൊരു റിസൾട്ട് ഞാൻ യൂസ് ചെയ്ത പാക്ക് എങ്ങനെയൊക്കെയുള്ളതാണെന്നൊക്കെ നിങ്ങൾക്കും കൂടി യൂസ് ചെയ്ത് നോക്കുക. ഇത് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്തിട്ടേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വൺ ഡേ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല ചേച്ചി എന്നൊന്നും പറയരുത്. അപ്പം നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ട്വൈസ് ഇത് യൂസ് ചെയ്യണം. പിന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇന്നൊരു ദിവസം ചെയ്തിട്ട് നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ നേരെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക. പറ്റും എന്നാണെങ്കിൽ ഇത് എൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്യണ ഫേസ് വാഷ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ ഇത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ മാമ എർത്തിൻ്റെ റൈസ് വാട്ടറും നിയാസിനമൈഡും കൂടിയുള്ള ഒരു ഫേസ് വാഷ് ആട്ടോ ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പോയി ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഞാനും ഇതേപോലെ തന്നെ വേഗം ഫേസ് വാഷ് ചെയ്തിട്ട് അപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തന്നെ ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കണം ഇവിടെ റോ മിൽക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ റോ മിൽക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോട്ടൺ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിടണം. ഇത് വെച്ച് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. കോട്ടൺ ഇല്ലെന്ന് കരുതി കുഴപ്പമില്ല, നമ്മൾ കൈവച്ചാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫേസിന് ആവശ്യമായിട്ടുള്ള കോഫി പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേ സ്പൂൺ അളവിൽ തന്നെ ഞാൻ പിന്നെ എടുത്തേക്കണ അരിപ്പൊടി കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ സാധാരണ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് ഹണി ആണെങ്കിലും യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ ഇട്ടാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കൂട്ടത്തിൽ തന്നെ നെക്കിൻ്റെ പോർഷൻ വിട്ടുപോകാതെ തന്നെ അതും അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് 15 മിനിറ്റ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. നിങ്ങളിത് വൺ ടൈമെങ്കിലും യൂസ് ചെയ്തെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പാക്കാണ്. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കോഫി പൗഡർ 1 ടീസ്പൂൺ എടുക്കുക. അതിലോട്ട് നമ്മുടെ നോർമലായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, സാധനം മാത്രം മതി ഇതൊന്ന് ഫേസ് ഗ്ലോ ആവാനായിട്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കൈൻ്റെ ടിപ്പ് പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിപ്സും കൂടി നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടാനും കൂടി നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് അത് വൈപ്പ് ചെയ്ത് എടുക്കണം. വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിട്ടുപോവാതെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അതും വിട്ടുപോകരുത്. അതിനുശേഷം ലിപ്പും ഇതേപോലെ തന്നെ എന്തെങ്കിലും ലിപ് ബാം യൂസ് ചെയ്തിട്ട് അതും ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളി പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ മാക്സിമം യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളത് ലിപ്സിലും കൂടി ഇടുവാണെങ്കിൽ ആ ലിപ്പിൻ്റെ ടാനും നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ. ഒക്കെ ഞാൻ നന്നായിട്ട് മാറ്റിയെടുത്ത് ഈ ഒരൊറ്റ പാക്കിലാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഗ്ലോയാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെയും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.